സൈബർ അധിക്ഷേപത്തിൽ പരാതിയുമായി നടി മാല പാർവതിയും രംഗത്തെത്തിയിരിക്കുന്നു. ദേവൻ ചേരുന്നുണ്ട്. ദേവൻ, ഈ പരാതി മാല പാർവതി പോലീസിന് കൈമാറിയിട്ടുണ്ടോ? പോലീസ് കേസ് എടുത്തിട്ടുണ്ടോ? എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ? ലക്ഷ്മി, ഈ സാമൂഹ്യ മാധ്യമങ്ങളിലുള്ള അധിക്ഷേപത്തിൽ താനും ഇരയാണെന്നാണ് ഇപ്പോൾ മാലാ പാർവതി പറഞ്ഞിരിക്കുന്നത്. ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ, യൂട്യൂബ് അടക്കമുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയാണ് ഇത്തരത്തിലുള്ള ഒരു അധിക്ഷേപത്തിന് താനും ഇരയായിട്ടുള്ളത് എന്നുള്ള കാര്യമാണ് മാലാ പാർവതി പറഞ്ഞത്. ഫിലിമി ന്യൂസ് ആൻഡ് ഗോസിപ്സ് എന്ന ഒരു യൂട്യൂബ് ചാനലിൽ ഒരു മോശം വീഡിയോ വരുന്നു. അതിന് താഴെയായി അശ്ലീലമുള്ള ഒരു കമന്റ്, ഒരു ഫേക്ക് അക്കൗണ്ടിൽ നിന്നും ഒരു കമന്റ് വരുന്നു. ഇതിനെതിരെ മാലാ പാർവതി പരാതിയുമായി സ്റ്റേഷനിലേക്ക് എത്തുകയായിരുന്നു ചെയ്തിരുന്നത്. എറണാകുളം സൈബർ ക്രൈം പോലീസിലാണ് ഇത്തരത്തിലൊരു പരാതി മാലാ പാർവതി സമർപ്പിച്ചിരിക്കുന്നത്. BNS ആക്ട് പ്രകാരം 75, 79, ഒപ്പം തന്നെ IT ആക്ട് 67 പ്രകാരവും ഈ പരാതിയിൽ കേസ് എടുത്തിട്ടുണ്ട്. നടി മാലാ പാർവതി നേരിട്ട് മജിസ്ട്രേറ്റിന് മുന്നിലെത്തി മൊഴിയും ഈ പരാതിയുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ട്. ഇതിന്റെ കൂടെ മറ്റൊരു കാര്യം ചേർത്ത് വെക്കേണ്ടത്, ഇത്തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള ഈ അധിക്ഷേപം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പരാതികൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ള കാര്യം പോലീസിന് വ്യക്തതയില്ല എന്നുള്ള കാര്യം കൂടി നടി പറയുന്നുണ്ട്. തന്റെ സ്വന്തം അനുഭവത്തിൽ ഈ ഒരു പരാതിയുമായി സ്റ്റേഷനിലേക്ക് എത്തിയപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ്, ഈ വീഡിയോ ആദ്യം പുറത്തു വന്ന വീഡിയോ അവർ അപ്പോഴേക്കും ആ ചാനലിൽ നിന്നും മാറ്റിയിരുന്നു. അതുകൊണ്ട് തന്നെ അതിന്റെ ഡീറ്റെയിൽസ് എടുക്കാൻ കഴിയില്ല എന്ന് പറയുന്നത്. ഒപ്പം തന്നെ ഈ ഒരു കമന്റ് വന്നിരിക്കുന്നത് ഒരു ഫേക്ക് അക്കൗണ്ടിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ അത് ട്രാക്ക് ചെയ്യുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ നടിയോട് ആദ്യഘട്ടത്തിൽ പോലീസ് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കാര്യം പറയുന്നത്. ഈ ഫേക്ക് അക്കൗണ്ടുകളിൽ കൂടി ആരെയും അധിക്ഷേപിക്കാം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ മാറിയിരിക്കുന്നു. അത് അവർക്കുണ്ടാക്കുന്ന, അല്ലെങ്കിൽ ഇത്തരം ഏത് മേഖലയിൽ നിന്നായിക്കോട്ടെ, സിനിമാ മേഖലയിൽ നിന്നായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റു മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കായിക്കോട്ടെ, അവർക്കെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ഒരു അധിക്ഷേപം നേരിടുന്നു. എന്നാൽ അതിനൊരു കൃത്യമായ ഒരു നിയമനിർമ്മാണം നടത്താൻ, അല്ലെങ്കിൽ അതിനെ തടയിടാനായി പോലീസ് സംവിധാനങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടി നടി മാലാ പാർവതി വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ ഇത്തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിക്കുന്നതിന് പിന്നിൽ അവരുടെ രാഷ്ട്രീയവും അല്ലെങ്കിൽ അവരെടുക്കുന്ന നിലപാടുകൾ കൂടി കാരണമാകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഒരു നടി എന്നതിനേക്കാൾ ഉപരി ഓരോ വിഷയങ്ങളും അവരെടുക്കുന്ന നിലപാട് അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം, ഇതെല്ലാം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപം തുടരുന്നു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ നടി മാലാ പാർവതി ന്യൂസ് മലയാളത്തോട് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും നടിയുടെ പരാതിയിൽ തിരുവനന്തപുരം സൈബർ ക്രൈം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വിശദമായ ഒരു അന്വേഷണം ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. മുഴുവൻ പ്രതികളെയും നിയമത്തിന് മുന്നിൽ എത്തിക്കുമെന്ന് തന്നെയാണ് പോലീസ് ഉറപ്പ് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കേസുമായി, പരാതിയുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് നടി മാലാ പാർവതിയും വ്യക്തമാക്കുന്നത്. ലക്ഷ്മി, ദേവനാണ് വിശദാംശങ്ങൾ നൽകിയത്.